Good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ് ട്ടോ. ഉരുളക്കിഴങ്ങ് മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറിയുടെ ഏകദേശം ഒരു ടേസ്റ്റ് വരുന്നതാണ്. ചിക്കൻ കറി അല്ല ട്ടോ. ചിക്കൻ കറിയുടെ ഗ്രേവിയുടെ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും നമുക്ക്. അപ്പോൾ നോയമ്പ് സീസൺ ആണ്. നോയമ്പ് സീസൺ ആകുമ്പോൾ നമുക്ക് വെജിറ്റബിൾ കറികളെ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നോൺ വെജ് കഴിക്കണം എന്ന് ചിലർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ കറികൾ ഉപയോഗിച്ചിട്ട് ആ നോൺ വെജിൻ്റെ ഏകദേശം ടേസ്റ്റ് ഒക്കെ കൊണ്ടുവരാം. പക്ഷേ കറക്റ്റ് നോൺ വെജ് ആയിരിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അങ്ങനെ എല്ലാത്തിനും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് മസാല തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 3 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ ഉരുളക്കിഴങ്ങല്ല കേട്ടോ, ചെറിയ ഉരുളക്കിഴങ്ങാണ്. അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട, അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ ചേർക്കുക. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിയാണ്. ഇതിൽ ഉള്ളി തന്നെ ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് ഉള്ളി നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 2 സവോള ചേർത്തോളൂ. ഉള്ളി ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 25 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ഉരുളക്കിഴങ്ങിലേക്കായിട്ട് 25 എണ്ണം വേണമെന്നില്ല, 15 എണ്ണം ചേർത്താലും മതി. പക്ഷേ കൂടുതൽ ഉള്ളി ചേർക്കുന്നതനുസരിച്ച് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടും. നമുക്ക് ആദ്യം സവോളയും ഇഞ്ചിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം വെള്ളത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ സവോള കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക, ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യേണ്ട. നമ്മളിപ്പോൾ വെജിറ്റബിൾ സ്റ്റൂവിനൊക്കെ കട്ട് ചെയ്യില്ലേ, ആ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇഞ്ചി ആണെങ്കിലും കുറച്ച് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഉള്ളി കട്ട് ചെയ്യേണ്ട, ഉള്ളി മുഴുവനെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട്, പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കുക. ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടത് ഇനി ഒരു 3 വറ്റൽമുളകാണ്. നമ്മളിപ്പോൾ വറവിടുന്ന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ആദ്യമേ തന്നെ ചെയ്യാം കേട്ടോ. ഇത് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് ചേർക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ചെയ്യാം. നമ്മൾ എല്ലാം ഒറ്റ പാനിൽ തന്നെ ചെയ്യാണ്. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കുക്കായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഇതുപോലെ കുറച്ച് വലിപ്പത്തിലാണ് ഞാൻ ഇഞ്ചി കട്ട് ചെയ്തിട്ടുള്ളത്. ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവർ നമ്മുടെ എണ്ണയിലേക്ക് ഒന്ന് പിടിച്ചു വരണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, സവോള ഇതുപോലെ വലിയ പീസുകളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയ പീസുകളായിട്ടാണ്. സവോളയും പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തതും ചേർക്കുന്നുണ്ട്. സവോളയൊന്നും വല്ലാതെ വഴന്നു പോകണ്ട, ഒന്ന് കുക്കായി തുടങ്ങുക, അത്രയേ ഉള്ളൂ. ഇതിൽ ഒരുപാട് വഴറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല. വേഗം വേഗം നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് ഇളക്കി ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും സവോളയും കൂടി ഇനി ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇത് വലിയ ഉള്ളിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1-2 കട്ട് ചെയ്തോളൂ. ചെറിയ ഉള്ളിയാണ് എടുക്കുന്നതെങ്കിൽ മുഴുവനെ തന്നെ ചേർക്കുക. മാക്സിമം നമ്മൾ ഉള്ളി മുഴുവനെ തന്നെ ചേർക്കാൻ നോക്കുക. അപ്പോഴാണ് നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഉള്ളിയും സവോളയും ചേർന്നിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയി പോവാതെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് സോഫ്റ്റ് ആയി വരണം, അത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് 1 തണ്ട് കറിവേപ്പില. ഇതെല്ലാം ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും സവോളയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. വല്ലാതെ കളർ മാറിപ്പോയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറയുമ്പോൾ ഒരുപാട് പൊടികളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആകെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ എരിവനുസരിച്ച് ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ മസാലപ്പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കണ്ട. പിന്നെ നമുക്ക് ഈ ഒരു കറി തന്നെ 2 രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാം. അതാകുമ്പോൾ കൂടുതൽ സമയം എടുക്കും കറി ഉണ്ടാക്കാനായിട്ട്. ഇതാകുമ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതുകൊണ്ടാണ് ഈ രീതിയിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ആ രീതിയിലാണ് തയ്യാറാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് ഇനി ഒരു ദിവസം ആ രീതിയിൽ കറി ഉണ്ടാക്കാം, ഉരുളക്കിഴങ്ങ് വറുത്തിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഈ പൊടികളൊന്ന് കുക്കായി വരട്ടെ. 1 മിനിറ്റ് എടുക്കും കേട്ടോ പൊടികൾ കുക്കായി വരാൻ. എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയൊക്കെ കുക്കാവാൻ കുറച്ച് സമയം എടുക്കും. ഇതിലേക്ക് തക്കാളി കാര്യങ്ങളൊക്കെ ചേർക്കുന്നില്ലേ എന്നൊന്നും ചോദിക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. ഇതൊരു മസാലക്കറിയല്ലേ, തക്കാളി ഒന്നും ചേർക്കാത്ത മസാലക്കറിയാണ്. ഈ ഒരു കറി നിങ്ങൾ ഇതിനു മുൻപ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ കേട്ടോ. ഇതുപോലെ ഉള്ളി ചേർത്തിട്ട് തന്നെ ട്രൈ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ 2 സവോള ചേർത്തിട്ട് ചെയ്യാം. അപ്പോൾ മസാലപ്പൊടികളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഉപ്പ് നമ്മളിപ്പോൾ ചേർത്തില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് ഒരു 1/4 ഭാഗം കുക്കായി വന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിലല്ലല്ലോ കറി ഉണ്ടാക്കുന്നത്. ഈ ഒരു കറി കുക്കറിൽ ഉണ്ടാക്കാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് കറി ഉണ്ടാക്കുമ്പോൾ കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വഴറ്റി ഉരുളക്കിഴങ്ങും ചേർത്ത് ഇതുപോലെ വഴറ്റിയിട്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ട് 1 വിസിൽ വരുന്നത് വരെ കുക്കറിൽ വേവിക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുക്കറിലേക്ക് ആഡ് ചെയ്ത് അങ്ങനെ നമുക്ക് കുക്കറിലും തയ്യാറാക്കാം. പക്ഷേ ടേസ്റ്റ് ഉണ്ടാവുന്നത് നമ്മൾ ഇതുപോലെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോഴാണ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാലും 3ാം പാലും ചേർന്നത്. 1ാം പാലല്ല കേട്ടോ, 2ാം പാലും 3ാം പാലും ചേർത്താണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായ പാൽ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒരുപാട് ഗ്രേവിയുള്ള കറിയല്ല. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2.25 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ചെറിയ തീയിൽ കിടന്ന് ഒന്ന് കുക്കായി വറ്റി വരട്ടെ. ഉരുളക്കിഴങ്ങിലേക്ക് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് ആ ഉള്ളിയും സവോളയും ഒക്കെ ഒന്ന് കുക്കായി വരണം. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കുക്കായിട്ടുണ്ട്. ഞാനൊരു 1/4 ഭാഗം ഉരുളക്കിഴങ്ങ് കുക്കായപ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ. ഉപ്പ് ചേർത്ത കാര്യം കണ്ടില്ല എന്ന് പറയരുത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചേർത്തത് കാണിച്ചിട്ടില്ല, ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഗ്രേവിയൊക്കെ വറ്റി ഉരുളക്കിഴങ്ങൊക്കെ ഇതാ ഇതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുക്കായി വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉടഞ്ഞു വരുന്നുണ്ട്. വല്ലാതെ ഉടച്ചു കൊടുക്കരുത്. മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കുക്കായിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഇതിലും കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ചേർക്കാം. ഇതിലും കുറവ് ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ വേറെ ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് 1 പിഞ്ച് പഞ്ചസാര ചേർക്കുക. 1 പിഞ്ച് മതി കേട്ടോ, ഒരുപാട് പഞ്ചസാര വേണ്ട. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തിട്ടുള്ളത്, ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആ പഞ്ചസാര ഉരുളക്കിഴങ്ങിലേക്കൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കാൻ മാത്രം നമ്മൾ ഒരുപാട് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത്രയും ഗ്രേവി എനിക്ക് വേണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചപ്പാത്തിക്ക് കറിയായിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. നിങ്ങൾ പുട്ടിനൊക്കെ ആണെങ്കിലും ഇത്രയും ഗ്രേവി തന്നെ വെച്ചോളൂ. അപ്പത്തിനോ ഇടിയപ്പത്തിനൊക്കെ ആണെങ്കിൽ കുറച്ച് മതി ഗ്രേവി. കുറച്ചുകൂടി അളവ് കുറയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വറ്റി കഴിയുമ്പോൾ തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കറി ഇരുന്ന് കുറുകും കേട്ടോ. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇരുന്ന് കുറുകും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് 1ാം പാൽ എടുത്തിട്ടുണ്ട്. 1ാം പാല് ചേർക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കും. കറിയുടെ കളറൊക്കെ ലൈറ്റായിട്ട് വരും. പക്ഷെ നമ്മൾ തിളപ്പിക്കരുത്. 1ാം പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. നന്നായിട്ട് ആവി വരുന്നത് വരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുന്ന ആ ഒരു ഭാഗമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ ഉപയോഗിക്കരുത് കേട്ടോ. ചൂടോടെ ഉപയോഗിക്കുന്ന കറിയല്ല, ചൂട് മാറിയിട്ട് ഉപയോഗിക്കുന്ന കറിയാണ്. നന്നായിട്ട് ചൂട് മാറിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട, കുറേ സമയവും വേണ്ട. നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് ഇളക്കി വഴറ്റിയൊന്നും ചെയ്യേണ്ട കറിയല്ലല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അപ്പത്തിനോ ഇടിയപ്പത്തിനോ ബ്രെഡിനോ ഒക്കെ ചേർത്ത് ഈ ഒരു കറി ഉണ്ടാക്കി കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ലാസ്റ്റ് നമ്മൾ ഇളക്കുന്ന ഇളക്കിൽ മാത്രം കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ആ തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി ആവി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറുകാനായിട്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട. ഉരുളക്കിഴങ്ങ് ഉടച്ച് ചേർക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങാണ്, നാച്ചുറലായിട്ട് അത് കുറുകി വന്നോളും. തേങ്ങാപ്പാൽ ഉരുളക്കിഴങ്ങും ചേരുമ്പോൾ കുറുകി വന്നോളും. ഇതിൽ ആ ഉള്ളിയൊക്കെ മുഴുവനായിട്ട് കിടക്കുന്നത് കണ്ടോ, ഇത് കണ്ടോ, ഈ ഉള്ളിയൊക്കെ മുഴുവനായിട്ട് കിടക്കുന്നത് അത് എടുത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. ഈ ചെറിയ അളവിലുള്ള മസാലകൾ ചേർന്നിട്ട് ഉള്ളിയൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ആ ഉള്ളിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. ഞാൻ ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു കാര്യവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇതാ ചെറിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങാറാവുന്നുണ്ട്. ഞാൻ ഇളക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക, ഇല്ലെങ്കിൽ നന്നായിട്ട് തിളച്ച് പോവും. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറിയുടെ പരിപാടി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം. എല്ലാ വിഭവങ്ങളുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെയും ഡിന്നറിന് ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ചൂട് മാറി കഴിഞ്ഞിട്ട് കഴിക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.